കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു ഡൗറിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഒഴിവാക്കുവാനായിട്ട് കല്യാണം കഴിഞ്ഞ ആ സന്ദർഭത്തിൽ തന്നെ വധുവിന് കിട്ടിയിട്ടുള്ള വിവാഹ സമ്മാനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണമെന്നും വരന് കിട്ടുന്ന വിവാഹ സമ്മാനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണമെന്നും പറഞ്ഞിരുന്നുണ്ട്. അത് തയ്യാറാക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗറി പ്രോഹിബിഷൻ ആക്ട് സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമാണ് നമ്മളത് തയ്യാറാക്കേണ്ടത്. അങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം ഇത് ഒരു നോട്ടറിയെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്യിപ്പിച്ച് ഭദ്രമായി സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം സൈൻ ചെയ്യേണ്ടത് ആരെ കൊണ്ടാണ്? നോട്ടറിയെ കൊണ്ടാണ് സൈൻ ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1961 വിവാഹ സമയത്ത് ഭാര്യയ്ക്ക് കിട്ടുന്ന വസ്തുക്കളെ നമ്മൾ സ്ത്രീധനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു വാക്കിന് ശേഷം അതൊരു അമെൻമെൻറ്റ് വന്നതിന് ശേഷം വിവാഹ സമയത്ത് കിട്ടുന്ന വസ്തുക്കളെ നമ്മൾ ഗിഫ്റ്റ് എന്നുള്ള പേര് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മുഴുവനും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗിഫ്റ്റ് എന്നുള്ള ഓമന പേരിൽ ഇപ്പോൾ വരുമ്പോൾ അത് സ്വന്തം ഇഷ്ടപ്രകാരം സന്തോഷപൂർവ്വം ഭാര്യയുടെ വീട്ടുകാർ കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ നിർബന്ധപ്രകാരം കൊടുക്കുന്നതാണോ എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം സമ്മാനം എന്നുള്ള ടേം മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിഞ്ഞവരും സ്വന്തം പേരിൽ കേസുകൾ ഇല്ലാത്തവരടക്കം എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നോട്ടറിയെ കണ്ട് സൈൻ ചെയ്ത് സ്വന്തം ഭാവി സുരക്ഷിതത്വമാക്കുവാനും കോടതികളിൽ കയറി ഇറങ്ങി ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കുവാനും പരമാവധി ശ്രമിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.